കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ RSS തയ്യാറാക്കിയിരിക്കുന്ന ഈ പദ്ധതിയെപ്പറ്റി ഒരക്ഷരം പോലും ഉരിയാടാൻ മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. ഞങ്ങളെ അത് അത്ഭുതപ്പെടുത്തുകയാണ്. അവർ SFI നടത്തുന്ന സമരങ്ങളെ അംഗീകരിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നില്ല. അതവർ അംഗീകരിക്കണമെന്നില്ല. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആവേശത്തോടെയാണ് SFI കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ നടത്തുന്ന ഈ പോരാട്ടത്തെ വീക്ഷിക്കുന്നത്, കാണുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ ഈ സമരത്തെ തള്ളിക്കളയുമ്പോഴും RSS ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു വാക്കുകൊണ്ട് പറയാൻ അവർ ഈ രാജ്യത്ത് കേരളത്തിൽ തയ്യാറാവുന്നില്ല. VD സതീശന്റെ ഇന്നലത്തെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. സർവകലാശാലകൾ നടക്കുന്നത് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായിസം എന്നാണ് VD സതീശന്റെ പ്രസ്താവന. ഞങ്ങൾ VD സതീശനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, RSSനെതിരായ സമരം അങ്ങേക്ക് എപ്പോഴാണ് ഗുണ്ടായിസമായി തോന്നുന്നത്? RSSനെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത്? RSSനെതിരായ സമരത്തെ ഗുണ്ടായിസം എന്ന് ചിത്രീകരിച്ച VD സതീശന്റെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കളയേണ്ടതുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സംശയിക്കുന്നത് കേരളത്തിൽ VD സതീശൻ RSSനെ ഭയപ്പെടുകയാണ്. അദ്ദേഹം പറവൂരിൽ RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രം RSS പുറത്തുവിട്ടു, നമ്മളെല്ലാവരും കണ്ടതാണ്. RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ, VD സവർക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ വിധേയനായി RSSന്റെ എല്ലാ ആശയങ്ങളും തൻ്റെ ശിരസിലേക്കൊന്ന് പകർന്നു തരൂ എന്ന് യാചിച്ചുകൊണ്ട് കുമ്പിട്ട് നിൽക്കുന്ന VD സതീശനെ നമ്മളെല്ലാവരും കണ്ടു.